ആശുപത്രിയിൽ ഉള്ളവരെല്ലാം തന്നെ വിദഗ്ധ പരിശോധനയ്ക്കും വിദഗ്ധ ചികിത്സകൾക്കുമായി മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഈ 5 പേർ ആണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആരോഗ്യസ്ഥിതി, ചിലർക്ക് വളരെ മോശം ആരോഗ്യസ്ഥിതിയുണ്ട്, ചിലർക്ക് ഈ അംഗഭംഗം സംഭവിച്ചവരുൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടം നടന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 3:30 കൂടിയാണ് അപകടം നടന്നത്. അപകടം നടന്നതിന് ശേഷം ആ ഒരു സമയത്ത് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഓടിക്കൂടുകയും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാനെല്ലാം തന്നെ സഹായിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും 5 പേർക്ക് തൽക്ഷണം തന്നെ മരണം സംഭവിച്ചിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് ഇവർ കിടന്നിരുന്നത്. നമുക്ക് ദൂരെ കാണാൻ സാധിക്കും. അവിടെയാണ് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത്. ഈ തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലത്ത് അതിന് പകരം അങ്ങനെ തിരിഞ്ഞു പോകാതെ ഈ വാഹനം നേരെ ഇതേ ദിശയിലേക്ക് തന്നെ വന്നതാണ് ഈ ഒരു അപകടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഡ്രൈവറും ക്ലീനറും മദ്യലഹരിയിലായിരുന്നു. കണ്ണൂർ ആലങ്ങോട് സ്വദേശികളാണ് ഈ 2 പേരും. അതിൽ അലക്സ് എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ജോസ് എന്ന് പറയുന്ന ആൾ, 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ കഴിയാത്ത വിധം തളർന്ന് കിടക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്നത്. ക്ലീനർ വാഹനം ഓടിച്ചിരുന്ന സമയത്ത് ഇയാൾക്ക് ലൈസൻസ്, ഈ ഇത്തരത്തിലുള്ള ഭാരവാഹനങ്ങൾ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനപ്രതിനിധികളും പോലീസും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. നിലവിൽ ഈ പ്രദേശത്ത് വലിയ തോതിൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ വാഹനം മുന്നോട്ട് വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ആളുകളുടെ ദേഹത്തുകൂടി വാഹനം കയറ്റിയത്. ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തായിരുന്നു നേരത്തെ ഇവർ താമസിച്ചിരുന്നത്. ഇന്നിപ്പോൾ തൃപ്രയാർ ഏകാദശിയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിയുള്ള വാഹന ഗതാഗതം കൂടുതലാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇവർ ഈ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടപ്പുറത്തെ ട്രാക്കിലേക്ക് മാറിക്കിടക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി മാറിക്കിടക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ മാറിക്കിടന്നതിന് ശേഷമാണ് ഇവിടെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ അപകടം ഉണ്ടായത്. അതായത് ഇന്നലെ ഒരുപക്ഷെ ഇവിടെയാണ് അവർ സാധാരണ കിടക്കാറുള്ള ഇതേ സ്ഥലത്ത് തന്നെയാണ് കിടന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഈ മരണം സംഭവിക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഈ മരിച്ച 5 പേരിൽ 2 കുട്ടികളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരു കുട്ടിക്ക് 1 വയസ്സ് മാത്രമാണ് പ്രായം, മറ്റൊരു കുട്ടിക്ക് 4 വയസ്സും പ്രായമുണ്ട്. ഇവർ ഈ കിടന്നുറങ്ങുന്ന സമയത്താണ് ഇവരുടെ ദേഹത്തുകൂടെ വാഹനം കയറി പോയിരിക്കുന്നത്. ഞാൻ വരാം. ഇപ്പോൾ ചിലരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്, അതുകൂടി നോക്കാം. ഏകദേശം ഒരു 3 മാസത്തോളമായിട്ട് ഇവരിവിടെ ഉണ്ട്. കാരണം ഇവർ പല സ്ഥലത്തു നിന്ന് ഇടമുട്ടം ഇവിടെ അടുത്ത് തന്നെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത്, അവിടെയാണ് ഇവർ കുറച്ച് അധികം ഉള്ളത്. അവരിപ്പോൾ സാധാരണ ദിവസങ്ങളൊക്കെ അവർ അപ്പുറ സൈഡിലാണ് കിടക്കാറ്. പക്ഷേ ഇന്നത്തെ ദിവസം അവർ ഏകാദശി ആയതിൻ്റെ പേരിൽ വണ്ടികൾ പാസിംഗ് ഉള്ളതിൻ്റെ പേരിൽ ഇവിടെ കിടന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഏകദേശം 3:50 4 മണിയോടുകൂടിയാണ് നടന്നുള്ളത്. ഞാനൊരു 4:10 ഇങ്ങോട്ട് എത്തി. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ട കംപ്ലീറ്റ് മൂടിയിട്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ടുണ്ട്. ഇത് നിലത്താണോ കിടന്നിരുന്നത്? അവർ കംപ്ലീറ്റ് നിലത്താണ് കിടന്നിരുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരേ രീതിയിലാണ് കിടന്നിരുന്നത്. അത് ലോഡുണ്ട്, നല്ല ലോഡുണ്ട്. ഏകദേശം ഒരു 3.5 ടണ്ണോളം വരും മരമാണ് കയറ്റി വന്നിട്ടുള്ളത്. കണ്ണൂര് സ്വദേശികളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ആ വണ്ടി തട്ടി കയറിയിട്ടുള്ളവർക്ക് എന്തായാലും അവർക്ക് ഇത്തിരി മോശമാവും. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം വെയിറ്റ് ഉള്ള വണ്ടിയാണ്. തട്ടി തെറിക്കുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, മേത്ത് കൂടെ കയറി ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കയറി ഇറങ്ങിയിട്ടുള്ള പാടുകളാണ് കാണുന്നത്. ബ്ലഡോട് കൂടിയിട്ട് ആ വണ്ടി അങ്ങോട്ട് എടുത്ത് പോയിട്ടുള്ളതാണ്. കയറി ഇറങ്ങിയപ്പോൾ ബ്ലഡ് മറച്ചിടാൻ വേണ്ടിയിട്ടാണ് ആ ഷീറ്റുകൾ. ബ്ലഡ് അല്ല, അതിന്റെ അടിയിൽ കുറെ മാംസ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അത് കാക്ക കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂടിയിട്ടതാണ്. നാട്ടുകാർ മൂടിയിട്ട് തന്നെ. ഇപ്പൊ 4:30 നേരത്ത് നമ്മൾ മൂടിയിട്ടു. എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സ്ഥലം SICA എല്ലാവരും ഉണ്ടായിരുന്നു. ACP ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവര് മലയാളികളാണോ തമിഴ്? ഇവര് മലയാളികളാണ്. ഒരു ഗോവിന്ദാപുരം സ്വദേശികളാണ്. പകുതി മലയാളം പകുതി തമിഴ്, അങ്ങനത്തെ അതിർത്തി പ്രദേശത്തുള്ളവരാണ് അവർ. ഇവിടെ കുറച്ച് ആമകളൊക്കെ പിടിക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് മുമ്പ് കയ്പമംഗലത്തുണ്ടായിരുന്ന അവരുണ്ട്. ഇവിടെ 4 കിലോമീറ്റർ അപ്പുറത്തും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. ലിഷോയി, ഏറ്റവും ദാരുണമായൊരു സംഭവമാണെന്നുണ്ടായിരിക്കുന്നത്. ഈ 5 പേരിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ഉണ്ട് എന്നതാണ്. 2 കുഞ്ഞുങ്ങളാണല്ലേ കൂട്ടത്തിലുള്ളത്?
തീർച്ചയായും 2 കുഞ്ഞുങ്ങളാണ് കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 1 വയസ്സുള്ള വിശ്വ എന്ന് പറയുന്ന കുട്ടിയും 4 വയസ്സുള്ള മറ്റൊരു കുട്ടിയുമാണ്. അങ്ങനെ 2 കുട്ടികളാണ് ആകെ ഉണ്ടായിരുന്നത് ഈ കൂട്ടത്തിൽ. ഇവരുടെ കൂടെ 3 മുതിർന്നവർക്കും ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 3:30 കൂടി തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ മരിച്ച 50 വയസ്സുള്ള കാളിയപ്പൻ, അതിനോടൊപ്പം തന്നെ ജീവൻ എന്ന് പറയുന്ന 4 വയസ്സുള്ള കുട്ടി, നാഗമ്മ എന്ന് പറയുന്ന 39 വയസ്സുള്ള ഒരു സ്ത്രീ, കൂടാതെ ബംഗാരി എന്ന് പറയുന്ന 20 വയസ്സുള്ള സ്ത്രീ, വിശ്വ എന്ന് പറയുന്ന 1 വയസ്സുള്ള സ്ത്രീ, 1 വയസ്സുള്ള കുട്ടി, ഇങ്ങനെ 5 പേരാണ് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നാട്ടികയിൽ വെച്ച് ഈ ദേശീയപാതയുടെ ജോലി നടക്കുന്ന ഈ ഡിവൈഡർ ഉണ്ട്. ഈ ഡിവൈഡർ കടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അതായത് ഈ ഡിവൈഡറിന്റെ സ്ഥലത്ത് വാഹനങ്ങൾ അകത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ ബോർഡുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ്, ഇതൊക്കെ ഇടിച്ചുകൊണ്ടാണ് ഈ വാഹനം നേരെ അകത്തേക്ക് കടന്നു പോന്നിട്ടുള്ളത്. പിന്നീടാണ് അകത്ത് വെച്ചാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ഡിവൈഡർ ഇടിച്ചിട്ട് ഏകദേശം ഒരു 50 മീറ്ററോളം മാറിയാണ് ഈ ആളുകൾ, കിടന്നുറങ്ങുന്ന ആളുകൾ ഉള്ളത്. അതെല്ലാം തന്നെ ഈ 50 മീറ്റർ ഈ ഡിവൈഡർ ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് ലോറി അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അതായത് അത്രത്തോളം ദൂരം ഈ വാഹനം ഇടിച്ചതിന് ശേഷവും സഞ്ചരിച്ചു. പിന്നീടാണ് ഈ കിടന്നിരുന്ന ആളുകളുടെ ദേഹത്തേക്ക് ഈ വാഹനം കയറിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവർ മദ്യലഹരിയിലല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ കൂട്ടത്തിൽ ഈ കിടന്നുറങ്ങിയിരുന്ന ആളുകളെല്ലാം തന്നെ അത്രത്തോളം കുറച്ചുകൂടി ഈ ഡിവൈഡറിന്റെ അടുത്തു നിന്ന് ദൂരെയാണ് ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടം ഒരുപക്ഷെ നടന്ന സമയത്ത് ഈ വാഹനം ബ്രേക്കിട്ട് നിർത്തിയിരുന്നെങ്കിൽ, അതായത് ഈ ഡിവൈഡർ ഇടിച്ച സമയത്ത് വാഹനം ബ്രേക്കിട്ട് നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇതൊരു സാധാരണ ഒരു ചെറിയ അപകടം മാത്രമായി നിന്ന് പോയേനെ. പക്ഷേ ഇതിപ്പോൾ അതിന്റെ വ്യാപ്തി മാറി. അവർ മദ്യപിച്ച ശേഷം ആ വാഹനം ഇടിച്ചിട്ടും നിർത്താൻ കഴിയാത്ത രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ലിഷോയി, ഓർക്കുമ്പോൾ ഒരുപാട് ദുഃഖം തോന്നുന്നു. കാരണം സ്വന്തമായി തല ചായ്ക്കാൻ ഒരിടമില്ലാതെ നടു റോഡിൽ വാഹനങ്ങൾ പോകില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് മാത്രം ആ റോഡിൽ കിടന്നുറങ്ങിയ മനുഷ്യരാണ്. അവർക്ക് മേലെയാണ് ഈ ലോറി പാഞ്ഞു കയറിയത്. ദൂരെ നിന്ന് കണ്ട് ഒന്ന് എഴുന്നേറ്റ് മാറാൻ പോലും കഴിയുമായിരുന്നില്ല. അത്രയും ഉറക്കത്തിലായിരുന്നവർക്ക് മേലെയായിരുന്നു ഈ ലോറി കയറിയത് എന്നാണ് ഏറ്റവും ദുഃഖകരം. കൂട്ടത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമുണ്ട്. 7 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ചിലരുടേത് 7 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലിഷോയ്, സ്ഥലത്തിപ്പോൾ ആരൊക്കെ ഉണ്ട്? പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോ മറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരൊക്കെയാണ് സ്ഥലത്തുള്ളത്?